ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ രാവിലെ സ്റ്റാർട്ട് ചെയ്യുവാട്ട. അപ്പൊ നമ്മൾ ഇന്ന് ആറന്മുള പോവാണ്. എന്തിനാണ് നമ്മൾ പോകുന്നത്? അമ്മൂമ്മക്ക് പെട്ടെന്ന് ഒരാഗ്രഹം, ആങ്ങളെയും ഫാമിലിയും ഒക്കെ കാണണമെന്ന്. മാത്രമല്ല, കുടുംബക്ഷേത്രത്തിൽ നമ്മൾ വർഷത്തെ ഒരിക്കലേ പോകത്തുള്ളൂ. അവിടെ ഏതോ ഈ കുടുംബക്ഷേത്രമൊക്കെ ഉണ്ട്. സോ ഇന്നത്തെ ഫുൾ വീഡിയോ അതായിരിക്കും. നമ്മൾ ആറന്മുള പോകുന്നതും നമ്മളെ റെഡി ആയി കണ്ടു. ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമ്മളെവിടെ പോവാ അമ്മണി? അമ്മണി ആറന്മുള. നല്ല ഉറക്കം പോലും ഇല്ലായിരുന്നു കേട്ടോ ആറന്മുള പോകുന്നതിന്. കാറിൽ കയറിയപ്പോഴത്തേക്ക് ഞാൻ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അടൂരെത്തിയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമ്മൾ ഒരു ഹോട്ടലിൽ വന്നു. ഇതെവിടെ സ്ഥലം? അടൂര്. ഇവിടെ കൊള്ളാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ കറിയൊക്കെ കാണാൻ പറ്റും. നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടൽ. എന്താ അവിടെ നിന്ന് എന്താ കാണാൻ പറ്റും. അപ്പം നമ്മൾ 4 പേരും മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മസാല ദോശയുടെ കൂടെ ചമ്മന്തിയും സാമ്പാറും ടൊമാറ്റോ ചട്നിയും മിൻറ്റ് ചട്നിയും കേസരി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള മസാല ദോശയായിരുന്നു. ഭയങ്കര ക്രിസ്പി ആയിരുന്നു. മസാല ദോശ, സാമ്പാർ, കേസരി, 2 ടൈപ്പ് ചമ്മന്തി, 3 ടൈപ്പ് ചമ്മന്തി. കൊള്ളാവോ? ഞാനൊരു കോഫി വാങ്ങിയായിരുന്നു. കാണാനൊക്കെ നല്ല ലുക്കാണെങ്കിലും എനിക്ക് ഒട്ടും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒട്ടും മധുരം ഇല്ലായിരുന്നു. നല്ല കയ്പുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കുടിച്ചിട്ട് നമ്മളത് ഈ 2 ചോക്ലേറ്റ്സ് അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇറങ്ങി. ഇനിയാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകാൻ പോകുന്നത്. ആദ്യം പോകാൻ പോകുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. അവിടെ മഞ്ചാടി വിൽക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 50 രൂപയാണ്. മഞ്ചാടി ഇട്ടാൽ മുടി വളരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരെണ്ണം ഇടാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ഇരിക്കുന്ന അപ്പൂപ്പൻ പറഞ്ഞ് നല്ലോണം പ്രാർത്ഥിച്ചൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഫൈനലി ഞാൻ മഞ്ചാടി ഇട്ടു. അപ്പോൾ നമ്മൾ ആറന്മുള അമ്പലത്തിൽ തൊഴുതു. എന്നിട്ട് കിറ്റ് കാറ്റ് കഴിക്കാൻ പോവാം. ഇല്ലെങ്കിൽ ഇത് മെൽറ്റായി പോകും. ഇപ്പം തന്നെ മെൽറ്റായി. കൊള്ളാമോ ഗൈസ്? ഒടിഞ്ഞു പോയി. പുതുതായിട്ട് പണിഞ്ഞ പാലമായത്. ഇതൊക്കെ പണ്ടത്തെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത പോകുന്നത് ഒരു അമ്പലത്തിലാണ്. ഇത് അമ്മയുടെ കുടുംബക്ഷേത്രമാണ്. സോ നമ്മൾ വന്നേക്കുന്നത് തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. നമുക്ക് തെള്ളിയൂർക്കാവ് തന്ന പായസം മധുരം. എനിക്ക് മതി. കുഴിക്കുന്ന അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി പൂഴിക്കുന്ന് അമ്പലത്തിൽ പോവാം. അവിടുന്ന് തൊട്ടപ്പുറത്താണ് അമ്മൂമ്മയുടെ ബ്രദറിന്റെ വീട്. സോ അമ്മൂമ്മ ഇവിടെ കാറിനകത്ത് വെള്ളം കൈ വെച്ച് കഴുകുന്ന വെള്ളം എല്ലാം കൂടെ കാറിനകത്ത് ഇടുന്നു. കള്ളിയെ പിടികൂടിയിരിക്കുന്നു.
അമ്മൂമ്മ കണ്ട കാറിനകത്ത് വെള്ളം ഒഴിക്കുന്നു, കൈ കഴുകുന്നു. കണ്ട ഉടായിപ്പിന്റെ ഉസ്താദായിരിക്കുന്നത്. കണ്ട കണ്ട വിളിച്ചിട്ട് വിളിയേക്കുന്നില്ല. ഉടായിപ്പേ. ഇവിടെ ഉടായിപ്പിന്റെ മോളിരിപ്പുണ്ട്. പൊടി ഉടായിപ്പിന്റെ കൊച്ചുമോളായിരിക്കും. അപ്പൊ അതെ, ഞാൻ ഉടായിപ്പൊന്നുമില്ല. ഇത് ഉടായിപ്പിന്റെ മരുമോൻ. ഓടിയോടുന്നു. ഞാനും ഉടായിപ്പിന്റെ മരുമോനും ചെറിയ പിണക്കത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മിണ്ടാത്തത്. ഇപ്പോഴും മിണ്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് മിണ്ടിയല്ലേ? ഇടയ്ക്കിടയ്ക്ക് മിണ്ടി, പക്ഷെ ആവശ്യത്തിന്. ഇതാണ് പൂഴിക്കുന്ന് അമ്പലം. ഇവിടെ ഉത്സവം നടക്കുവാണ്. ഇവിടെ ഉത്സവം നടക്കുക. പിന്നെ ഇതാണ് വീട്. നിങ്ങള് പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടല്ലോ. ആരും ഇല്ല ഇവിടെ, ആരും അറിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഉത്സവം ആയതുകൊണ്ട് സൗണ്ട് ഒന്നും കേൾക്കൂല വണ്ടിയുടെ. നമ്മള് അമ്പലത്തിൽ തൊഴുതിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് ഈ പാലമാണോ ഇത്? തോട്. അതിന്റെ ഇതാണ് വീട്. ഓക്കെ. അമ്മണി ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ്. അഭിനയം ഓസ്കാർ അവാർഡ് എടുക്കട്ടെ. ഹലോ, സുഖമാണോ? ഹലോ കാണീര്. ഇങ്ങനെ കൈ ആണീര്. ഹലോ പറ. സുഖാണോ? ഹലോ, ഹായ് പറ. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. ഞാൻ മുടിയൊക്കെ അയച്ചു. മമ്മി ഇവിടെ വന്നപ്പോഴത്തേക്ക് ആക്റ്റീവായി. ഇങ്ങോട്ട് കാണീര്. എന്തോ അഞ്ചു ചെയ്യുന്ന നീ നോക്ക. കണ്ണ് കാണാൻ വയ്യ അമ്മേ. നീ എന്തോ അച്ഛനെ ഒരുക്കുവാണോ? ഇത് എന്റെ തലയെ കിടന്ന ക്ലിപ്പാട്ടാ. ഞാൻ ഇപ്പൊ കുത്തിക്കൊണ്ട് വന്നതാണ്. അച്ഛനെ ഒരുക്കുന്നത്. ഓക്കേ. വാവ്, സുന്ദരൻ. പൊട്ടല്ലേ? പച്ചമുന്തിരിങ്ങ. എന്നെ കാണാവോ? ഞാൻ ഇവിടെ ഫോൺ ചാർജിന് കുത്തിയിട്ടിട്ട് ഞങ്ങളൊന്ന് പുറത്തുപോയി. അപ്പം അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പം ദാണ്ട് അന്നദാനം സമയമായി 1:15. സോ നമ്മൾ കഴിക്കാൻ വന്നു. ഇന്ന് ഇവരുടെ ആരുടെ ഇന്ദു ചേച്ചിയുടെ വകയാണ് അന്നദാനം. ഇങ്ങോട്ടൊക്കെ ആറന്മുള ബ്ലോക്ക്. ഇങ്ങോട്ടൊക്കെ ഇവിടെ ഫുള്ളായി. അപ്പോൾ ഞങ്ങൾ അടുത്ത പന്തിയിൽ. ഇത് അമ്പലം, ഇത് വീട്, ഇത് ഐസ്ക്രീം. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീം അല്ല, ചോക്കോബാർ. ടാറ്റ. കൈയില്ല. ഇതെന്റെ കൂട്ടുകാരി രേഖ. നമസ്കാരം. രേഖ ഫ്രം ഒറീസ ആയിരുന്നു. ഇപ്പം ഫ്രം കല്ലുപ്പാറ. രേഖയുടെ മോള്. അത്ര രേഖയുടെ മോള് ആരാണ്? ആരതി ചേച്ചി യോഗ ഇൻസ്ട്രക്ടറാണ്.
പുള്ളി ബിസി ആയിട്ടുള്ള ഹസ്ബൻഡും ആദിത്യനും. ഓക്കെ ബൈ ബൈ, സീ യു, ടാറ്റാ. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറേ ബ്ലോക്കൊക്കെ പെട്ടു. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇതൊക്കെ അമ്മയാ പറഞ്ഞത്. ഞാൻ നല്ല സുഖം ഉറക്കമായിരുന്നു കാറിൽ. ഗൈസ്, നമ്മൾ വീട്ടിൽ വന്നു. 7 മണി ആ ഞാൻ ഉറങ്ങി കുറച്ച്, കാറിൽ കിടന്നു. ഇന്നത്തെ ട്യൂഷൻ നന്ദന ചേച്ചിയാണ് ഫുൾ എടുത്തത്. തീർന്നു. അയ്യോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ബൈ, സീ യു.